ഉള്ള കാശിന് സ്വർണം വാങ്ങും, അല്ലെങ്കിൽ FD ഇടും, ഏറിയാൽ ചിട്ടിയിൽ ചേരും എന്നൊക്കെയാണല്ലോ സ്ത്രീകളുടെ നിക്ഷേപത്തെക്കുറിച്ചുള്ള പറച്ചിൽ. ആ കാലമൊക്കെ പോയി. കേരളത്തിലെ 32 ലക്ഷത്തിലധികം പേർ ഓഹരി വിപണിയിൽ നിക്ഷേപകരാണെന്ന് അറിയാമോ? അതിൽ ഏതാണ്ട് 1/3 സ്ത്രീകൾ. പുരുഷന്മാരും മാറി. കോവിഡ് കാലത്തിന് ശേഷം കേരളത്തിൽ NSE നിക്ഷേപകരുടെ എണ്ണം കൂടിയത് 3 ഇരട്ടിയിലേറെയാണ്. കോവിഡിന് മുമ്പ് ഏകദേശം 9.5 ലക്ഷം അക്കൗണ്ടുകളായിരുന്നു. ഇപ്പോൾ അത് 32 ലക്ഷത്തിനടുത്ത്. 2021 മുതൽ മാത്രം 20 ലക്ഷത്തിലധികം പുതിയ നിക്ഷേപകർ കേരളത്തിൽ നിന്നു ചേർന്നു. ഇത് ഒരു സാധാരണ വളർച്ചയല്ല. ഇത് സാമ്പത്തിക മനോഭാവത്തിൽ വന്ന വലിയ മാറ്റമാണ്. 10 വർഷത്തിനിടയിൽ കേരളത്തിലെ നിക്ഷേപക അടിത്തറയിൽ വളർച്ചാ നിരക്ക് 17.5%. 2022 ഏകദേശം 25% വനിതാ നിക്ഷേപകരുടെ വിഹിതം 2025 28% കവിഞ്ഞു. ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന നിരക്കാണ് കേരളത്തിൽ. ഓഹരി വിപണിയിലുള്ള മലയാളികളിൽ എറണാകുളം മുന്നിൽ, 1,70,000 പേർ. തുടർന്ന് തൃശൂർ, മലപ്പുറം, തിരുവനന്തപുരം, കോഴിക്കോട്. ഓഹരി വിപണിയിലെ ജില്ലാ പ്രാതിനിധ്യത്തിന്റെ മുൻനിര അങ്ങനെയാണ്. എന്നാൽ ഒരു കാര്യം മറക്കരുത്, പഠിച്ചും മനസ്സിലാക്കിയുമാണ് നിക്ഷേപം ചെയ്യേണ്ടത്. നേരിട്ട് ഓഹരി വിപണിയിൽ പോകാൻ പേടിയുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള മാർഗങ്ങൾ പരീക്ഷിക്കാം. ചെറിയ തുകയോടെ തുടങ്ങി വലിയ ഭാവി സ്വന്തമാക്കാം. ആ രീതിക്കും പ്രിയം കൂടിയെന്നാണ് കണക്കുകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുമല്ലോ.